പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ജോർജ് പി അബ്രഹാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമ്പാശ്ശേരിക്കടുത്ത് തുരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൗസിലാണ് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജനാണ് ജോർജ് പി അബ്രഹാം. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുകയാണ്. അഖിൽ, എപ്പോഴായിരുന്നു ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? മറ്റു വിവരങ്ങളും. ഇന്ന് രാവിലെയോട് കൂടിയാണ് കേരളത്തിലെ തന്നെ, എറണാകുളത്തെ അല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വൃക്കരോഗ വിദഗ്ധൻ എന്ന് പറയാൻ സാധിക്കുന്ന ജോർജ് പി അബ്രഹാമിനെ മരിച്ച നിലയിൽ കാണുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്വന്തം ഫാം ഹൗസിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം 27 വയസ്സ് മുതൽ അദ്ദേഹം ഈ സർജറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2500-ലേറെ രോഗവുമായി ബന്ധപ്പെട്ട വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജോർജ് പി അബ്രഹാമിന്റെ മൃതദേഹം ഇപ്പോൾ അങ്കമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നെടുമ്പാശ്ശേരിയിലെ തുരുത്തിശ്ശേരിയിലെ ഫാം ഹൗസിലാണ് അദ്ദേഹത്തെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നമുക്ക് അന്വേഷിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ അദ്ദേഹം സഹോദരനുമായി ആ ഫാം ഹൗസിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി സഹോദരൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലേക്ക് ഒരു അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ടാകാൻ പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അക്രമം അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നത് ഇവിടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. എറണാകുളത്തെ ലേക്ക് ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗത്തിന്റെ സീനിയർ സർജനായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്ത് വരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ തന്നെ വലിയ ഞെട്ടലോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ആ മരണത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും മികവാർന്ന ഒരു ഡോക്ടർ ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ചെയ്യുന്നത് എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് മെഡിക്കൽ ലോകം തന്നെ ചോദിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ്, രാത്രിയോടുകൂടിയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ അങ്കമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കുകയാണ്. ശരി അഖിൽ.